IPL ഓപ്ഷന് ശേഷം മുംബൈ ഇന്ത്യൻസിന്റെ പ്ലേയിങ് 11. ബൗളിംഗിലായിരിക്കും മുംബൈ ശ്രദ്ധ കൊടുക്കുക എന്ന് നമുക്കുറപ്പായിരുന്നു. കാരണം വളരെ സെറ്റിലായ ടോപ്പ് ഓർഡറും ബാക്കപ്പും മുംബൈക്കുണ്ട്. കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്താൽ പ്ലേയിങ് 11ന്റെ കരുത്ത് കൂടിയിട്ടേയുള്ളൂ. ടീം ഇന്ത്യയുടെ ടോപ്പ് 5 എന്നിവരെ വിളിക്കാൻ പറ്റുന്ന 5 പേർ. അവർ തന്നെയായിരിക്കും ഇത്തവണയും മുംബൈയുടെ കരുത്ത്. രോഹിത് കിഷൻ ജോഡി ഓപ്പണിംഗിൽ, തൊട്ടു പിന്നാലെ തിലക് വർമ്മയും സൂര്യകുമാർ യാദവും. ഇവരുടെ ബാറ്റിംഗ് പൊസിഷൻ സ്ഥിരമാകാൻ സാധ്യതയില്ല. മാച്ച് സിറ്റുവേഷൻ അനുസരിച്ച് സ്കൈ 3-മോ 4-മോ ബാറ്റിംഗിനിറങ്ങും. നമ്പർ 5 ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ. ഫിനിഷിംഗിലും ഇത്തവണ പാണ്ഡ്യയ്ക്ക് റോൾ ഉണ്ടാകും. തൊട്ടു പിന്നാലെ ടിം ഡേവിഡ്, 11ലെ ആദ്യ ഫോറിൻ താരം. ഗ്രീൻ കൂടി ഇല്ലാത്തതിനാൽ ഡേവിഡിന് ഇത്തവണ കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. ഇനി ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ്. 4 പേസർമാരെയായിരിക്കും മുംബൈ ഇത്തവണ അണിനിരത്തുക. പവർ പ്ലേയിൽ ബുംറ മധുശങ്ക കോംബോ, ഒപ്പം സൗത്ത് ആഫ്രിക്കൻ താരം ജെറാൾ കോട്സിയും. കഴിഞ്ഞ വർഷത്തെ ഫൈൻഡിംഗ് ആകാശ് മധോളായിരിക്കും 4ാം പേസർ. ഡെത്തിലായിരിക്കും താരത്തെ ഉപയോഗിക്കുക. സ്പിന്നേഴ്സിന്റെ കാര്യത്തിൽ ഇത്തവണയും മുംബൈക്ക് ആശങ്കയുണ്ട്. ചൗള, കാർത്തികേയ എന്നിവരാണ് അവൈലബിൾ. കാർത്തികേയയ്ക്ക് തുടക്കം മുതൽ അവസരം കൊടുക്കാനായിരിക്കും മുംബൈയുടെ ശ്രമം. അങ്ങനെ വന്നാൽ സ്പിൻ ഫ്രണ്ട്ലി ട്രാക്കിൽ മാത്രമായിരിക്കും ചൗള കളിക്കുക. നേഹൽ വധേര, അർജുൻ ടെണ്ടുൽക്കർ, വിഷ്ണു വിനോദ് എന്നിവരെ ഇമ്പാക്ട് പ്ലെയർ ലിസ്റ്റിലും കാണാൻ കഴിഞ്ഞേക്കും. ആദ്യം ബാറ്റിങ്ങോ ബൗളിങ്ങോ എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇറക്കുക. കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരു ധാരണ പ്ലേയിങ് 11ന്റെ കാര്യത്തിൽ മുംബൈക്കുണ്ട്. 2023-ൽ ഏറ്റവും വലിയ തിരിച്ചടി 11 ഫൈൻഡിംഗ് ആയിരുന്നു. സീസൺ പകുതിയായപ്പോഴാണ് ഒരു സെറ്റിലായ പ്ലേയിങ് 11 മുംബൈക്ക് കിട്ടിയത്. ഇത്തവണ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് മുംബൈ ഇന്ത്യൻസ്. ബാക്കി IPL-ൽ. എല്ലാ IPL അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.